പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഇന്ന് സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിക്കുന്ന ദിനമാണ്. കേരള മുഖ്യമന്ത്രി സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിക്കുന്ന ഈ ദിനത്തിൽ ഒരു കഥ കേൾക്കൂ. കുഞ്ഞണു. ഏറെ നാളുകൾക്ക് ശേഷം മുത്തശ്ശൻ്റെ തറവാട്ടിലെത്തിയ കുഞ്ഞുങ്ങൾ അടുക്കളയുടെ സമീപത്തുള്ള തോട്ടത്തിൽ കളിക്കുകയായിരുന്നു. ആരവും മാളുവും അഖിലും അനന്തവും തോട്ടം ചുറ്റി നടന്ന് സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്ന നേരത്ത് നല്ല മോരും വെള്ളവുമായി മുത്തശ്ശി വന്നു. മോരിൻ്റെ പുളിമണം വന്നപ്പോൾ മാളു ചോദിച്ചു, എന്തുകൊണ്ടാണ് മുത്തശ്ശി ഇതൊക്കെ നമ്മളോട് കുടിക്കാൻ പറയുന്നത്? പുളിച്ചത് മോശമല്ലേ? വയറ് കേടാവില്ലേ? ആരവും ചോദിച്ചു. അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വയറിന് ഏറ്റവും നല്ലതാണ് പുളിയുള്ള മോര്. ഇതിൽ നമ്മൾ കാണാത്ത നല്ല സുഹൃത്തുക്കളുണ്ട്. കാണാത്ത സുഹൃത്തുക്കൾ എന്ന വാക്കുകേട്ട് കുട്ടികൾക്ക് വലിയ കൗതുകം തോന്നി. അമ്മ അവരെ അമ്മയുടെ പഴയ സുഹൃത്തായ സയൻസ് ടീച്ചറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ടീച്ചർ ഒരു ചെറിയ യന്ത്രത്തിനടിയിൽ ഒരു തുള്ളി കഞ്ഞിവെള്ളം വെച്ചിട്ട് പറഞ്ഞു, മക്കളെ, മൈക്രോസ്കോപ്പ് കണ്ടിട്ടില്ലേ? ഇതിലൂടെ നോക്കൂ. കുട്ടികൾ കണ്ടത് കണ്ണിന് കാണാനാകാത്ത എന്നാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ജീവികളെയാണ്. ഇവരാണ് സൂക്ഷ്മജീവികൾ, പ്രോബയോട്ടിക്കുകൾ എന്ന് പറയും. ടീച്ചർ തുടർന്നു, നമ്മുടെ നാട്ടിൽ എല്ലാവരും ധാരാളമായി ഉപയോഗിക്കുന്ന കഞ്ഞി, മോര്, കപ്പ, പുളി തുടങ്ങിയ ഭക്ഷണങ്ങളിലൊക്കെ ഇവ ജീവിക്കുന്നു. ഇവ നമ്മുടെ വയറിന് ആരോഗ്യം നൽകുന്നു, രോഗങ്ങളിൽ നിന്ന് നമ്മളെ കാക്കുന്നു. ഇവ മനുഷ്യർക്ക് മാത്രമാണോ ഗുണം ചെയ്യുക? ആരവ് ചോദിച്ചു. ഏയ് അല്ല, ഇവ മണ്ണിനെ ഫലപുഷ്ടിയുള്ളതാക്കുന്നു, ചെടികളെ വളരാൻ സഹായിക്കുന്നു, മൃഗങ്ങളെ രോഗങ്ങളിൽ നിന്ന് രക്ഷിച്ച് ആരോഗ്യം നൽകുന്നു. വെള്ളത്തിലും മണ്ണിലും ഇവ ധാരാളമുണ്ട്. ഏവരെയും ഇത് ആരോഗ്യവാനാക്കുന്നു. ജീവനുള്ളവയ്ക്കെല്ലാം ഈ കുഞ്ഞണു ഉപകാരിയാണ്. അപ്പം നമ്മൾ മണ്ണിലും വെള്ളത്തിലും അധികം രാസവസ്തുക്കൾ ഒഴിച്ചാൽ ഈ ചെറിയ ജീവികൾ ഇല്ലാതാവില്ലേ ടീച്ചറെ? അഖിൽ ആശങ്കയോടെ ചോദിച്ചു. അതേ മക്കളെ, ശരിയാണ്. അവ നശിച്ചാൽ നമ്മളുടെയും ഭൂമിയുടെയും ആരോഗ്യം നഷ്ടമാകും. അപ്പോൾ രാസവസ്തുക്കൾ കുറച്ചാൽ ഈ നല്ല ജീവികൾക്ക് കൂടുതലായി ജീവിക്കാൻ കഴിയും അല്ലേ? ആരവ് ചോദിച്ചു. ടീച്ചർ വീണ്ടും പറഞ്ഞു, കേരളം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തനതായ ഒരു സൂക്ഷ്മജീവിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ചെറിയ ജീവികൾ എത്ര വിലപ്പെട്ടവയാണെന്ന് അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഓഹോ, കേരളത്തിൻ്റെ മാത്രമോ? മാള് ചോദിച്ചു. അല്ല, ടീച്ചർ ചിരിച്ചു. സൂക്ഷ്മജീവികൾക്ക് അതിർത്തികൾ അറിയില്ല. കേരളത്തിൽ നിന്ന് തുടങ്ങുന്ന ഈ ചിന്ത മറ്റിടങ്ങളിലേക്കും പടരും. നമ്മുടെ ദേശീയ സൂക്ഷ്മാണുവിനെ നേരത്തെ തന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കുട്ടികൾ ആകാംക്ഷയോടെ കേട്ടിരിക്കുന്നത് കേട്ട് ടീച്ചർ തുടർന്നു. സാധാരണയായി രോഗകാരികൾ എന്ന ധാരണയിൽ മാത്രം പൊതുസമൂഹം നോക്കിക്കാണുന്ന സൂക്ഷ്മാണുക്കൾ ദഹനം, രോഗപ്രതിരോധം, മണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണം, മികച്ച വിളവ്, പരിസ്ഥിതി സന്തുലനം തുടങ്ങിയ മേഖലകളിൽ ഗുണകരമായ പങ്കുവഹിക്കുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ദൈനംദിന ജീവിതത്തിൽ സൂക്ഷ്മാണുക്കൾ നൽകുന്ന അനന്തമായ ഗുണഫലങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ ഇനിയും സാധാരണക്കാർക്ക് മനസ്സിലായിട്ടില്ല. സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ അതിനെക്കുറിച്ചുള്ള പഠനം സാധാരണക്കാർക്കു കൂടി എളുപ്പമാകും. വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ മാറ്റമുണ്ടായി. ഇനി ഞാൻ പുളിച്ച ഭക്ഷണം ഇഷ്ടപ്പെടും, ആരവ് പറഞ്ഞു. ഞാൻ മണ്ണിനെയും വെള്ളത്തെയും വേദനിപ്പിക്കില്ല. അടുത്തയാളുടെ തീരുമാനം. ദോശയ്ക്ക് പുളിയാണെന്ന് പറഞ്ഞ് അമ്മയോട് ഞാൻ വഴക്കു കൂടുകയില്ല, അനന്ത് പറഞ്ഞു. ഇതെല്ലാം കേട്ട് ആവേശത്തോടെ മാളു പ്രഖ്യാപിച്ചു, ഞാൻ ഈ ചെറിയ ജീവികളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞയാവും. അന്നു മുതൽ അവർക്ക് മനസ്സിലായി, കണ്ണിന് കാണാനാവാത്ത ചെറിയ സൂക്ഷ്മജീവികളാണ് മനുഷ്യൻ്റെയും ഭൂമിയുടെയും വലിയ സംരക്ഷകർ. കുഞ്ഞുങ്ങൾ വന്ന് വിവരങ്ങളെല്ലാം പറഞ്ഞപ്പോൾ മുത്തച്ഛൻ പറഞ്ഞു, തീരെ ചെറിയ അണുവിന് പോലും
പ്രപഞ്ചത്തിൽ അതിൻ്റേതായ സ്ഥാനമുണ്ട്.